അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ GST നൽകിയെന്ന് ഉറപ്പുവരുത്തുക. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണം വിൽക്കുന്നു. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻ. കരിങ്ങനാട് ഹിമായത്തുൽ ഇസ്ലാം ട്രസ്റ്റിന്റെ എത്തനോവ നോളജ് വില്ലേജ് ക്യാമ്പസിൽ വെച്ച് വിളയൂർ പഞ്ചായത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കും പഞ്ചായത്ത് പരിധിയിൽ നിന്ന് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കും സ്വീകരണം നൽകി ആദരിച്ചു. എത്തനാർക്ക് 2026 എന്ന പേരിൽ ട്രസ്റ്റ് സ്ഥാപനങ്ങളുടെ 30ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് ജനപ്രതിനിധികൾക്ക് സ്വീകരണമൊരുക്കിയത്. സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ KT അസീസ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ട്രസ്റ്റ് ചെയർമാൻ AT ഷറഫുദ്ദീൻ ജനപ്രതിനിധികളെ അനുമോദിച്ചുകൊണ്ടും സ്ഥാപനത്തെയും ഭാവി വികസന പദ്ധതികളെയും വിശദീകരിച്ചുകൊണ്ടും സംസാരിച്ചു. കഴിഞ്ഞ ഒരു 3-4 പതിറ്റാണ്ടുകളിൽ വിദ്യാഭ്യാസ രംഗത്താണ് ഹിമായത്തുൽ ഇസ്ലാം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ആ മേഖലയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ IOHS ആയാലും അതുപോലെ തന്നെ മൗണ്ട് സഭ സ്ഥാപനങ്ങളും ഹെവൻസും ഈ സ്ഥാപനങ്ങൾ പുതിയ ഒരു കാലത്തിന്റെ രൂപത്തിലും ഭാവത്തിലും മാറേണ്ട ഒരു അനിവാര്യതയിൽ നിന്നുകൊണ്ട് മാനേജ്മെന്റ് വളരെ സാഹസികമായ ഒരു യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ കഴിഞ്ഞ തലമുറകൾ ഇതിന് തുടക്കം കുറിച്ചവർ അവരിൽ പലരും ഇന്ന് ഞങ്ങളോടൊപ്പമില്ല. അവരുടെയൊക്കെ ശ്രമഫലമായി ഉണ്ടായ അവര് അടിത്തറയിട്ട അല്ലെങ്കിൽ ആ അസ്ഥിവാരത്തിൽ നിന്ന് ഈ സ്ഥാപനത്തെ ലോകത്ത് അല്ലെങ്കിൽ രാജ്യത്ത് തന്നെ അറിയപ്പെടുന്ന ഉന്നത നിലവാരമുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനങ്ങളാക്കി മാറ്റണം എന്ന വലിയൊരു സ്വപ്നത്തിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത്. ആ സ്വപ്നത്തിൽ നിങ്ങളുടെ സഹകരണം യഥാർത്ഥത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുകയും. സ്ഥാപനത്തെ അഭിനന്ദിച്ച് വിളയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നീരടി സുധാകരൻ, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാംദാസ് മാസ്റ്റർ, പട്ടാമ്പി ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫരീദ, പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇസ്മായിൽ വിളയൂർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ ബുബഷിറ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മുസ്തഫ, വാർഡ് മെമ്പർമാരായ മുഹമ്മദ് റാഫി, അബ്ദുൾ റിയാസ്, ഹുസൈൻ, സെക്കീന, ഹസീന ബീഗം, അമീർ MT, ഷഹാന, നാസർ T, റംന ശിഹാബ്, ഗോപാലകൃഷ്ണൻ, അമൃത PK എന്നിവർ സംസാരിച്ചു. ഇസ്ലാമിക് ഓറിയന്റേഷൻ സ്കൂളിൻ്റെ 30ാം വാർഷികത്തിലാണ് നമ്മളിന്ന് എത്തിയിരിക്കുന്നത്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസം എന്നുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് മാനവരാശിയുടെ സമഗ്രമായ പുരോഗതി എന്ന് പറയുന്നത് തന്നെ എല്ലാം അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. മാനസികവും പിന്നെ അതേപോലെ തന്നെ സമൂഹത്തിൽ എങ്ങനെ ഒരു കുട്ടിയെ രൂപപ്പെടുത്തി സമൂഹത്തിലേക്ക് അയക്കണം എന്ന് തീരുമാനിക്കുന്നത് വിദ്യാഭ്യാസമാണ്. ഒരു സംസ്കൃത സമൂഹത്തെ വാർത്തെടുക്കുന്ന വലിയ ഭാരിച്ച ചുമതലയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ളത്. ഞാൻ ദീർഘായിട്ടെന്ന് പറയുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഞാൻ ഈ കൊഴിഞ്ഞപ്പറമ്പ് സ്കൂളിൽ 33 വർഷം ജോലി ചെയ്ത ഒരാളാണ്. അപ്പൊ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ആവിർഭാവം മുതൽ ഇതിനെ നോക്കിക്കാണുന്ന ഒരു സാധാരണക്കാരനാണ്. അപ്പൊ എനിക്കറിയാം ഇതിന്റെ അടിസ്ഥാനം എങ്ങനെ ആയിരുന്നെന്നും ആരൊക്കെയാണ് ഇതിന്റെ ഫൗണ്ടേഷൻ നടത്തിയതെന്നും ഒക്കെ എനിക്ക് അറിയാവുന്ന ഒരു വസ്തുത. ട്രസ്റ്റ് സെക്രട്ടറി KK മുഹമ്മദ് കുട്ടി, അസിസ്റ്റന്റ് സെക്രട്ടറി KP ലത്തീഫ്, മെമ്പർമാരായ KK ബഷീർ, മൊയിനുദ്ദീൻ വല്ലപ്പുഴ, OP റഷീദ്, P മുഹമ്മദ് മുസ്തഫ എന്നിവർ ജനപ്രതിനിധികൾക്ക് ഉപഹാരങ്ങൾ നൽകി.